2021 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് പുഷ്പ ദ റൈസ് എന്ന തെലുങ്ക് സിനിമ. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുക എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്ന് തന്നെയാണല്ലോ. അല്ലു അർജുൻ നായകനായ ഈ മാസ് ആക്ഷൻ ഡ്രാമ സിനിമ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചത്? ഏറ്റവും കൂടുതൽ ആളുകളെ ഇഷ്ടപ്പെടുത്താൻ ഒരു മാസ് സിനിമയ്ക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം പുഷ്പ പോലുള്ള സിനിമകൾ എങ്ങനെയാണ് ഓഡിയൻസിനെ ആകർഷിക്കുന്നതെന്ന് ഇത്തവണത്തെ മല്ലു അനലിസ്റ്റിലൂടെ. ഇതൊരു അനാലിസിസ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. പൊതുവെ മാസ് സിനിമകൾ ചുറ്റിത്തിരിയുന്നത് നായകന്റെ കരിസ്മ അഥവാ പ്രഭാവത്തിലാണ്. നായകനെ ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ് സിനിമയിലെ മറ്റെല്ലാ ഘടകങ്ങളും. ഭൂരിപക്ഷമായ പുരുഷ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും സിനിമയിലെ നായകന്റെ ക്യാരക്ടറൈസേഷനും നായകനെ ബൂസ്റ്റ് ചെയ്യുന്ന മറ്റ് ഘടകങ്ങളും. നായകനോടുള്ള ആരാധനയാണ് മാസ് സിനിമകളുടെ ആണിക്കല്ല്. ആരെയും ഇടിച്ചിടാനുള്ള മസിൽ പവർ, ഏത് അപകടങ്ങളെയും യാതൊരു കൂസലുമില്ലാതെ മുൻപിൻ നോക്കാതെ നേരിടാനുള്ള ധൈര്യം, ഇത് രണ്ടും ഉള്ളതുകൊണ്ട് വളരെ താഴ്ന്ന നിലയിൽ നിന്നും കള്ളക്കടത്ത് ലോകത്തിന്റെ ഏറ്റവും മുൻനിരയിലെത്തുന്ന നായകൻ. ഇതാണ് പുഷ്പയിലെ നായകൻ. ഇതിൽ മസിൽ പവർ എന്ന് പറയുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള മസിൽ പവർ അല്ല. എത്ര തല്ലിയാലും ചാവാത്ത, കയ്യോ കാലോ ഒടിയാത്ത, വേദനിക്കുമ്പോൾ ചിരിക്കുന്ന, കയ്യും കെട്ടി മുഖവും മറച്ച് ശത്രുക്കളുടെ മുന്നിൽ നിർത്തിയാലും അവരെ അടിച്ചിട്ട് രക്ഷപ്പെടുന്നത്ര മസിൽ പവറാണ് നായകനുള്ളത്. അടുത്തത് കൂസലില്ലായ്മയാണല്ലോ. അതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നായകനായതുകൊണ്ട് മാത്രം ചാവാതെ രക്ഷപ്പെടുന്ന കുറെ സീനുകൾ സിനിമയിലുണ്ട്. താഴേക്ക് വീഴുന്ന മരത്തടികളിൽ ചവിട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്ന നായകൻ ഗ്രാവിറ്റിയെ വരെ തന്റെ കൂസലില്ലായ്മ കൊണ്ട് നേരിടുന്നുണ്ട്. തുനിഞ്ഞിറങ്ങിയാൽ നായകൻ എങ്ങനെയും അപകടത്തിൽ നിന്നും രക്ഷപ്പെടും. അതിപ്പോ ഗ്രാവിറ്റിയെ കാറ്റിൽ പറത്തിയാണെങ്കിൽ അങ്ങനെ. അതുപോലെ ചില സമയങ്ങളിൽ നായകന്റെ അസാമാന്യ ധൈര്യം കണ്ട് ഷോക്കായതുകൊണ്ട് മാത്രം വില്ലൻ നായകനെ കൊല്ലാൻ മറക്കുന്നുണ്ട്. അങ്ങനെ വില്ലന് അപ്രതീക്ഷിത ഷോക്ക് കൊടുത്തിട്ട് രക്ഷപ്പെടാനും നായകന് കഴിയുന്നത് നായകനായതുകൊണ്ട് മാത്രമാണ്. അസാമാന്യ ധൈര്യം, അസാമാന്യ ശക്തി, ഇത് രണ്ടും കൊണ്ട് മാത്രം ഒരാൾ ഉയർച്ചയിലേക്ക് പോകുന്നത് കണ്ടിരിക്കാൻ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ബുദ്ധി കൂടി ഉണ്ടെന്ന് പറഞ്ഞാലും ബുദ്ധി വൈഭവം വല്ലാതെ പ്രകടിപ്പിക്കുന്ന സീനുകൾ സിനിമയിലില്ല. റൺവേയിൽ വാളയാർ പരമശിവം കാണിക്കുന്നതിന്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പുഷ്പയിൽ പുഷ്പ കാണിക്കുന്ന ബുദ്ധി നിസാരം. അല്ലെങ്കിലും ഒരു മാസ് ആക്ഷൻ സിനിമയിൽ ബുദ്ധിയേക്കാൾ ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കുക ഗ്രാവിറ്റിയോട് പോടാ പുല്ലേ എന്ന് പറയുന്ന വില്ലന് പാനിക് അറ്റാക്ക് കൊടുത്ത് മാസ് കാണിച്ച് രക്ഷപ്പെടുന്ന നായകനെ തന്നെയായിരിക്കുമല്ലോ. വെറും ഒരു മാസ് ആക്ഷൻ സിനിമയേക്കാൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുക സ്വാഭാവികമായും ഒരു മാസ് ആക്ഷൻ ഡ്രാമ സിനിമയായിരിക്കും. ഇതിൽ ഡ്രാമ എന്ന് പറയുന്ന സംഭവം നായകന്റെ സെന്റിമെന്റൽ ബാക്ക് സ്റ്റോറിയാണ്. നായകന് കാണുന്ന പ്രേക്ഷകരുടെ കരളലിയിപ്പിക്കുന്ന, തെറ്റ് ചെയ്താലും കൂടെ നിൽക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒരു ബാക്ക് സ്റ്റോറി വേണം. ഇത്തരം സിനിമകളിൽ അതിനുള്ള ഒരു ടൂളാണ് അമ്മ കഥാപാത്രം. മാസ് സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്ന് പൊതുവെ ഈ സെന്റിമെന്റ്സിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പുഷ്പയിൽ നായകന്റെ അമ്മ വിവാഹം കഴിക്കാതെ നായകനെ പ്രസവിച്ചത് കാരണം നായകന് അച്ഛൻ എന്ന ബ്രാൻഡ് ഇല്ലാതാകുന്നതാണ് പ്രേക്ഷകരുടെ കരളലിയിപ്പിക്കാനുള്ള ത്രെഡ്. നായകന്റെ ഒരേയൊരു വീക്ക് പോയിന്റ് ഈ നിഷേധിക്കപ്പെട്ട അച്ഛൻ എന്ന സംഭവമാണ്. നായകന്റെ അമ്മയോട് നായകന്റെ അച്ഛൻ നിനക്ക് സമൂഹത്തിൽ മാന്യതയാണോ വേണ്ടത് അതോ എന്റെ സ്നേഹമാണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്രേ സ്നേഹം മതിയെന്ന്. അങ്ങനെ താൻ സ്നേഹിക്കുന്നയാളുടെ മാന്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ത്യാഗം സഹിച്ച, ഒന്നിനോടും പരിഭവമില്ലാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, സങ്കടം കരഞ്ഞു തീർക്കുന്ന ഒരു ടിപ്പിക്കൽ കഥാപാത്രമാണ് നമ്മുടെ നായകന്റെ അമ്മ. ഇങ്ങനെ നായകന്റെ അമ്മ, നായകന്റെ അച്ഛനില്ലായ്മ ടൈപ്പ് സെന്റിമെന്റ്സ് കണ്ട് കരളലിയണോ വേണ്ടയോ എന്നതാണ് അടുത്ത ചോദ്യം. അങ്ങനെ കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും കരളലിയിപ്പിക്കുന്ന തരത്തിൽ ആ സംഭവങ്ങളൊക്കെ സിനിമയിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്ഥിരം ക്ലിഷേ ടൈപ്പ് കഥ പറച്ചിലാണ്. ഇനി ഇതൊക്കെ എങ്ങനെ എടുത്താലും കരളലിയുന്നവരാണ് നിങ്ങളെങ്കിൽ കുഴപ്പമില്ല. അടുത്തത് വില്ലന്മാരാണ്. സിനിമയിലെ വില്ലന്മാരും നായകനും തമ്മിലുള്ള പോർഷനിലൊക്കെ ഒരു KGF ഇൻസ്പിറേഷൻ നമുക്ക് ചെറുതായി അനുഭവപ്പെടും. അത് മാറ്റി നിർത്തിയാൽ വില്ലന്മാരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ സ്ഥിരം ക്ലീശയാണ്. ബുദ്ധിയില്ലാത്ത എന്നാൽ അഹങ്കാരം കൂടിയ പെണ്ണുപിടിയനായ ഒരു ചോട്ടാ വില്ലൻ, അത്യാവശ്യം ബുദ്ധിയുള്ള ലോജിക്കലായി പെരുമാറുന്ന ഇടത്തരം വില്ലൻ, ക്രൂരനായ ബുദ്ധിമാനായ ആളെ കൊല്ലൽ ഒരു കലയാക്കിയ ടെറർ മെയിൻ വില്ലൻ, ഈ മൂന്നും ചേർന്നതാണ് ഒരു വില്ലൻ ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പിന്റെ പ്രത്യേകത അതിലൊരു പെൺവില്ലത്തി കൂടിയുണ്ട് എന്നതാണ്. ഈ പെൺവില്ലത്തിക്ക് സാരിയുടുത്ത് തേരാപാര നടക്കുക, മുറുക്കുക തുടങ്ങിയതല്ലാതെ വേറെ മെയിൻ പണികളൊന്നും ഫസ്റ്റ് പാർട്ടിലില്ല. പെൺവില്ലത്തിയുടെ ഭർത്താവാണ് ആ ഗ്രൂപ്പിലെ ടെറർ വില്ലൻ. പെണ്ണിന്റെ ആങ്ങളെയാണ് മെയിൻ വില്ലന്റെ മെയിൻ കയ്യാൾ. ബ്ലേഡ് വായിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക എന്ന വളരെ ഫ്രഷ് ആയ ഒരു ഹോബിയാണ് കയ്യാൾ വില്ലനെ വ്യത്യസ്തനാക്കുന്നത്. ഈ കയ്യാൾ വില്ലന് ഈ ഹോബി പാരമ്പര്യമായി കിട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാവുക ക്ലൈമാക്സിൽ പെങ്ങളായ പെൺവില്ലത്തി ഇതേ പണി ചെയ്യുമ്പോഴാണ്. കഥയ്ക്ക് വേണ്ടി, കഥയുടെ അപ്പോഴത്തെ മുന്നോട്ട് പോക്കിന് വേണ്ടി മാത്രം അതുവരെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കഥാപാത്രത്തെ
ഉടനെ വേറൊരു സ്വഭാവമാക്കി കാണിക്കുന്നതും സിനിമയിൽ കാണാം. ഉദാഹരണത്തിന് സിനിമയിൽ മുക്കാൽ ഭാഗവും ഒരു ചാവാലി വില്ലനായി നിന്നിരുന്ന എല്ലാ മണ്ടത്തരങ്ങളും അഹങ്കാരവും ഏട്ടൻ വില്ലന്റെ മറവിൽ കാണിക്കുന്ന മാനം രോഷമൊന്നും അടുത്തുകൂടി പോയിട്ടില്ലാത്ത ചോട്ടാ വില്ലൻ നായകന്റെ തല്ലുവാരി കൂട്ടി നിലത്ത് കിടക്കുന്ന അവസ്ഥയിൽ അങ്ങ് തീരുമാനിക്കുന്നു, ഈ സംഭവം ഞാൻ ഏട്ടൻ വില്ലനോട് പറഞ്ഞ് ഇവനെ കൊല്ലില്ല, പകരം ഞാൻ തന്നെ പ്രതികാരം ചെയ്യുമെന്ന്. കഥ മുന്നോട്ടു പോകാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു മാറ്റമാണത്. പക്ഷെ ഫഹദ് ഫാസിലിന്റെ വില്ലൻ എൻട്രി അടക്കം നല്ലൊരു അനുഭവം തരുന്ന വ്യത്യസ്തനായൊരു വില്ലനായിരുന്നു. ബാക്കി വില്ലന്മാർക്കൊക്കെ ഒരു ക്ലീഷേ സ്വഭാവമാണെങ്കിലും ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമിന്റെ ത്രിൽ സിനിമയിലുടനീളം ഉണ്ടായിരുന്നു. അടുത്തത് സിനിമയിലെ നായികയാണ്. നായികയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സിനിമയിലെ മറ്റു ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. സിനിമയിൽ വളരെ മികച്ചതായി തോന്നിയ 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സിനിമാറ്റോഗ്രാഫിയാണ്. 2 ഫൈറ്റ് സീൻസും 3 അതിലെ മ്യൂസിക്കുമാണ്. VFX ബിലോ ആവറേജ് ആയാണ് തോന്നിയത്. കോസ്റ്റ്യൂം ഗംഭീരമായി തോന്നി, പ്രത്യേകിച്ച് അല്ലു അർജുന്റെ കോസ്റ്റ്യൂം. എന്നാൽ മേക്കപ്പ്, പ്രത്യേകിച്ച് നായികയ്ക്ക് കൊടുത്ത ടാൻ ഒക്കെ വളരെ കൃത്രിമമായാണ് അനുഭവപ്പെട്ടത്. രക്തചന്ദനത്തിന്റെ കഥയായതുകൊണ്ടാണോ എന്നറിയില്ല, നായകനും നായികയ്ക്കുമൊക്കെ നല്ല ചുവന്ന നിറം. അല്ലു അർജുന്റെ പ്രകടനം, ചിറ്റൂർ സ്ലാങ് ഒക്കെ സിനിമയുടെ തമിഴ് വേർഷൻ വെച്ച് അളക്കാൻ പാടാണ്. എന്നിരുന്നാലും ഒരു മാസ് സിനിമയ്ക്ക് ഉതകുന്ന തരത്തിൽ വളരെ കരിസ്മാറ്റിക് ആയി തന്നെ അഭിനയിച്ചു എന്നാണ് തോന്നുന്നത്. ഇനി നായികയിലേക്ക് വരാം. ഈ സിനിമയുടെ മറ്റെല്ലാ വശങ്ങളും ഒരു മാസ് സിനിമ എന്ന നിലയ്ക്ക് ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് വിട്ടുകൊടുക്കാവുന്നതേയുള്ളൂ. പറന്നടിക്കുന്ന നായകനും ടെറർ വില്ലന്മാരും കള്ളക്കടത്തും താഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്കുള്ള നായകന്റെ വരവുമൊക്കെ ആ ഒരു മൂഡിൽ ആസ്വദിക്കാവുന്നതേയുള്ളൂ. എന്നാൽ സിനിമയിൽ നായികയുടെ ക്യാരക്ടറൈസേഷൻ ഇത്തിരി പ്രോബ്ലമാറ്റിക് ആണ്. സിനിമയിൽ നായികയെ നമ്മുടെ സംവിധായകൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സാരിത്തലപ്പ് കൊണ്ടാണ്. നായികയെ സ്ക്രീനിൽ കാണിക്കുമ്പോഴെല്ലാം നായികയേക്കാൾ ഇമ്പോർട്ടൻസ് നായികയുടെ സാരിത്തലപ്പിന് കിട്ടാൻ സംവിധായകൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നായിക സ്വയം തന്റെ സാരിത്തലപ്പ് മാറിൽ നിന്നും മാറ്റുന്നത്, വില്ലൻ നായികയുടെ സാരിത്തലപ്പ് ബലപൂർവ്വം മാറ്റുന്നത്, നായകനെ കാണുമ്പോൾ അറിയാതെ ഊർന്നു വീഴുന്ന നായികയുടെ സാരിത്തലപ്പ്, വില്ലൻ അഴിച്ചിട്ട സാരിത്തലപ്പ് വീണ്ടും മാറിലേക്ക് വെച്ചു കൊടുക്കുന്ന നായകൻ, നായകനെ കാണുമ്പോൾ നായിക സ്വയം മാറ്റുന്ന സാരിത്തലപ്പ്, അങ്ങനെ ആകെ മൊത്തം നായിക സമം സാരിത്തലപ്പാണ്. എന്തിനാണ് ഇത്തരം സിനിമകളിൽ നായികയെന്ന് പറയാതെ പറയുന്നുണ്ട് നായികയുടെ സാരി. നായകനെ സാമി സാമി എന്ന് വിളിച്ച് പുറകെ നടക്കാനും വില്ലന് സാരിത്തലപ്പ് മാറ്റാനും അപ്പോൾ നായകൻ വീണ്ടും അത് സ്ഥാനത്തിട്ട് രക്ഷിക്കാനും ഇതിൽ കൂടുതൽ ഒന്നുമില്ല. ഇത്തരം സിനിമകളിലെ കഥാപാത്ര സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പൊതുവെ അതിനെ ഡിഫെൻഡ് ചെയ്യുക, അതിന് സ്ത്രീപക്ഷ സിനിമകളും ഇറങ്ങുന്നുണ്ടല്ലോ, എല്ലാ സിനിമകളിലും സ്ത്രീകൾ മെയിൻ ആകണമോ എന്നൊക്കെ പറഞ്ഞാണ്. അവരുടെ ഭാഷയിൽ കൊല്ലത്തിൽ 2 സ്ത്രീപക്ഷ സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സിനിമകളിലും സ്ത്രീകളെ വെറും സാരിത്തലപ്പാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നായികയുടെ അച്ഛൻ ചാവാൻ കിടക്കുമ്പോൾ വില്ലൻ അച്ഛന്റെ ജീവന് പകരം നീ എന്റെ കൂടെ സെക്സ് ചെയ്യണമെന്ന നിബന്ധന വെക്കുന്നു. അത് കേട്ട് സാരിയൊക്കെ ധരിച്ച് അണിഞ്ഞൊരുങ്ങി നായിക നായകന്റെ വീട്ടിലേക്ക് പോകുന്നു. അച്ഛനെ രക്ഷിക്കാൻ പറയാനാണെന്നാണ് നമ്മൾ ആദ്യം കരുതുക. പക്ഷെ അതല്ല, നായികയ്ക്ക് ഫസ്റ്റ് സെക്സ് നായകന്റെ കൂടെ ആകണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണത്രേ അവിടെ വന്നത്. സമന്തയുടെ ഒരു ഐറ്റം ഡാൻസും രശ്മിക അല്ലു അർജുൻ ടീമിന്റെ ഒരു ഡ്യൂയറ്റ് ഡാൻസും സിനിമയിലുണ്ട്. രണ്ടും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, ഐറ്റം ഡാൻസിൽ സമന്തയുടെ ആറ്റിറ്റ്യൂഡ് തന്റെ സെൻഷ്വാലിറ്റിയോടുള്ള ബോൾഡായ ഒരു സമീപനമാണെങ്കിൽ സാമി ഡാൻസിൽ രശ്മിക ചെയ്യുന്നതിൽ ഒരുതരം അടിമത്തം കലർന്ന ആരാധനയാണ് കാണാൻ കഴിയുക. ഒരുതരം കലിപ്പന്റെ കാന്താരി വേർഷൻ, ഒപ്പം രശ്മികയുടേതായ ചില മാസ്റ്റർ പീസ് എക്സ്പ്രഷൻസ് കൂടിയുണ്ട്. ഒരുപക്ഷെ ഭൂരിപക്ഷത്തിന് ഇഷ്ടം കാന്താരികളെ ആയതുകൊണ്ടാകാം ഇങ്ങനെയൊക്കെ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മാസ് സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുണ്ടാക്കിയെടുത്തൊരു സിനിമയാണ് പുഷ്പ. അതിൽ ചില ചേരുവകൾ മുഴച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അതൊരു പ്രശ്നമായി കരുതേണ്ടാത്തവർക്ക് ഈ സിനിമ ഒരു അടിപൊളി പാർട്ടിയായി തന്നെ തോന്നാനിടയുണ്ട്, അല്ലാത്തവർക്ക് തിരിച്ചും. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.